നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പൈനാപ്പിൾ അച്ചാർ എടുക്കാൻ പോയോളെ കാണുന്നില്ലല്ലോ. ആളിവിടെ ഉണ്ട് മാഡം. ഗോപാലേട്ടന് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അച്ചാർ. ഇരിക്കണം ഗോപാലേട്ടാ. പൈനാപ്പിൾ അച്ചാറൊക്കെ വന്നതല്ലേ, നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. നിങ്ങൾ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാനേ അച്ചാർ വിളമ്പിത്തരാം. എവിടെ സ്പൂണ്? ആ രാജേശ്വരി, നീ വിചാരിക്കുന്ന പോലൊന്നും. അതിന് ഞാൻ എന്ത് വിചാരിച്ചു ഗോപാലേട്ടൻ ഈ പറയുന്നേ? ഗോപാലേട്ടാ, നിങ്ങളുടെ ഇത്രയും കാലത്തെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാ ഇവിടെ. ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? ശാരദയും നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല, മക്കളുമായുള്ള ബന്ധം മാത്രം അറുത്തു മാറ്റാൻ പറ്റില്ലെന്ന് അല്ലേ? രാജേശ്വരി, അതിനിവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊരു ഹോട്ടലാ. ഊണ് കഴിക്കാൻ വേണ്ടിയാ ഗോപാലേട്ടൻ ഇവിടെ വന്നത്. ഞാനത് കൊടുത്തു. എന്റെ ജീവിതമാർഗമാ ഇത്. ഹോട്ടലിൽ ഊണ് കഴിക്കുന്നവർക്കെല്ലാം ചേർന്ന് നിന്ന് വിളമ്പി കൊടുത്ത് കുടുംബവിശേഷം പറയൂ നിങ്ങൾ ശാരദ. അവളുടെ ഒരു കുടുംബശ്രീ. രാജേശ്വരിയുടെ ഊണിന് രുചി പോരാതായി തുടങ്ങി അല്ലേ ഗോപാലേട്ടാ? രാജേശ്വരി, അത് ഇവിടുത്തെ പൈനാപ്പിൾ അച്ചാറിന്റെ രുചി അസ്ഥിയിൽ പിടിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഗോപാലേട്ട എന്നെ തേടി വന്നത്? രാജേശ്വരി, ഞാൻ നിങ്ങൾ എന്നോട് ചതിയ ഗോപാലേട്ട ചെയ്തത്. ഇതെന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ശാരദേ, നിങ്ങളോട് ചെറിയൊരു ദയ തോന്നിയതാ എനിക്ക്. ഇനി അതുകൂടിയില്ല. വരാനുള്ളത് അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഗോപാലേട്ടൻ ഇരിക്കെ, ആഹാരം കഴിക്ക. മതിയായി ശാരദേ. കൈ കഴുകാൻ. എങ്ങോട്ടാ ഭാമ ഇനിയൊന്നും പറയാതെ പോയത്? സീമന്ത ചടങ്ങിന് സമയമായി എന്റെ മോൾക്ക്. അവളെ പൊന്നും പട്ടും ചൂടി ഒരുക്കുന്നതിന് പകരം വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ DNA ടെസ്റ്റിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാലേ എനിക്ക് ക്ഷമിക്കാനാവോ രാഘവേട്ട? ഭാമയോട് ആരാ മണ്ടത്തരൊക്കെ പറഞ്ഞത്? വായ പോയ ഏതെങ്കിലും കോടാലിയായിരിക്കും. വിട്ടുകള ഭാമയെ. അവസരം മുതലാക്കുകയാണല്ലോ ഈ കാർന്നോര്. അല്ല, ഭാമ എങ്ങോട്ട് ഇപ്പൊ പോയത്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
എന്നിട്ട് പ്രീതി ഉണ്ടായിരുന്നു അവിടെ? പ്രീതി ഉണ്ടായിരുന്നു. അതെച്ചാ ശാലിനി പ്രീതിയെ മന്ത്ലി ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുപോയതാ. ആഹാ. ദേ നോക്കച്ച അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ട. ഉം. അതെ, പ്രീതിയുടെ കാര്യങ്ങള് ശാലിനി വേണ്ട സമയത്ത് നോക്കിയും കൊണ്ടും ചെയ്യുന്നതിന്റെ സന്തോഷം ഇത്. ഉം. അതെ അതെ. ഞാനെന്താ ചെയ്യില്ലെന്നാണോ? അതിന് നീ ചെയ്തില്ലല്ലോ സുസ്മിതേ. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് ആദരവും അംഗീകാരവും കൊടുക്കും ഈ സത്യഭാമ. ഉം. ആന്റിക്ക് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടായോ? ഇത് കുഴപ്പമാണല്ലോ. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നേന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. കറുപ്പേതാ വെളുപ്പേതാന്ന് ഭാമ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല മോളെ, പ്രീതി എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? DNA ടെസ്റ്റിന് തന്നെയാച്ചാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.